ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇത് വളരെ ബേസിക് ആയ ഒരു ചാപ്റ്ററാണ്. കാരണം സോഷ്യോളജിയിലെ വളരെ ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ബേസിക് ആയിട്ട് നമുക്ക് ഫങ്ഷണലിസം, നിങ്ങളിപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് സോഷ്യോളജി ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കൺസെപ്റ്റ് ഫങ്ഷണലിസം, പോസിറ്റിവിസം, സോഷ്യോളജിസ്റ്റുകൾ ഇതിനൊക്കെ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻസ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ ഫങ്ഷണലിസം എന്തിനെ പഠിക്കുന്നു? ഫങ്ഷനെ പഠിക്കുന്നു. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ഹ്യൂമൻ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. അപ്പം ഞാൻ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊസൈറ്റി ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? വളരെ ഇമ്പോർട്ടൻറ്റ് വൈറ്റലായ കുറേ ഓർഗൻസ് ഉണ്ട്. ഇപ്പം ബ്രെയിൻ, ലിവർ, കിഡ്നി, ഹാർട്ട്, ഇതെല്ലാം എന്താ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്സാണ്. ഈ പാർട്സ് എല്ലാം നമുക്ക് എന്തൊക്കെയോ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ കോൺട്രിബ്യൂഷനാണ് പിന്നീട് എന്താവുന്നത്? ഹോൾ ബോഡിയുടെ മെയിൻ്റനൻസ്, അതിൻ്റെ സർവൈവലിന് സഹായിക്കുന്നത്. ഇത് കണക്ക് തന്നെയാണ് സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് കുറേ ഇൻ്റഗ്രേറ്റഡ് ആയ ഇൻ്റർഡിപ്പെൻഡഡ് ആയിട്ടുള്ള കുറേ പാർട്സ് ഉണ്ട്. അതെന്തോ ആവാം, ബിലീഫ്സ് ആവാം, കൾച്ചർ ആവാം, ട്രഡീഷൻ ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അങ്ങനെയുള്ള എന്തെടുത്താലും ഇങ്ങനെയുള്ള കുറേ പാർട്സ് ഉണ്ടായിരിക്കും. ഈ പാർട്സ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇവർക്കെല്ലാവർക്കും എന്തൊക്കെയോ ഫങ്ഷൻ ചെയ്യാനുണ്ടായിരിക്കും. അതാണ് ഈ സൊസൈറ്റിയുടെ ഹോൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പം അതെന്താണ്, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണ് ശരിക്കും ഫങ്ഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷണലിസം ശരിക്കും ആന്ത്രോപോളജിയിൽ ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റാണ്. ഇത് നമ്മുടെ സോഷ്യോളജിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ് സൈമൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് കണക്കാക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് ഒക്കെ വരുന്നത്. അദ്ദേഹം ബേസിക്കായ രണ്ട് കൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ തന്നേക്കുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് നമ്മുടെ സോഷ്യോളജിക്കകത്ത് സൊസൈറ്റീനെയും എങ്ങനെയാണോ നമ്മൾ മറ്റ് സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നത് അതേപോലെ ഒരു സയൻറ്റിഫിക് ആയ ഒരു പഠനം നടത്താൻ പറ്റും. അപ്പോൾ സൊസൈറ്റിയുടെ സയൻറ്റിഫിക് പഠനം നടത്താൻ പറ്റുമെന്നും, രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് ആയിരുന്നു പിന്നീട് മാർക്സിയൻ തിയറി, കാൾ മാർക്സിൻ്റെ പല തിയറികളും ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചതും സൈമണിൻ്റെ പഠനമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം ലേറ്റർ സൈമണിന് ശേഷം ഒരുപാട് പേര് ഈ ഒരു സൈമൺ തന്ന ഒരു ഐഡിയ, ഇത് നമുക്ക് സയൻറ്റിഫിക്കലി പഠിക്കാൻ പറ്റും എന്നത് വെച്ചിട്ട് പിന്നീട് കുറേ പഠനങ്ങൾ നടത്തി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ വ്യക്തിയാണ് കോംറ്റെ, ഓഗസ്റ്റ് കോംറ്റെ. അപ്പോൾ കോംറ്റയുടെ ഐഡിയോളജി, അദ്ദേഹം സോഷ്യോളജിയെ പറ്റി പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിനെ പറയുന്ന പേരാണ് പോസിറ്റിവിസം. അത് നമുക്ക് പോസിറ്റീവ് ഫിലോസഫി എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സോഷ്യോളജിയെ ബയോളജിക്കൽ സയൻസുകൾ, അതായത് ബയോളജി പഠിക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യോളജിയെ പഠിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പം ലോസ് ഓഫ് എവല്യൂഷൻ, നമ്മുടെ ഡാർവിൻ പറഞ്ഞ തിയറി, അതേപോലെ സൊസൈറ്റിക്ക് എന്തുണ്ട്? ഒരു ലോ ഓഫ് എവല്യൂഷനും അതേപോലെ ലോ ഓഫ് ഫങ്ഷനിങ്ങും ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത്. അതുകൊണ്ട് സോഷ്യോളജി എന്ത് തന്നെയാണ്? ഒരു ബയോളജി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ബയോളജി പഠിക്കുന്ന അതേ മെത്തേഡ് ഉപയോഗിച്ച് സോഷ്യോളജിയും പഠിക്കാം എന്നായിരുന്നു കോംറ്റയുടെ ഐഡിയ. ഇനി കോംറ്റയ്ക്ക് ശേഷം വരുന്ന അടുത്ത വ്യക്തി ഡർഖെയിമാണ്. ഡർഖെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംറ്റയുടെ ഒരു ക്രിട്ടിക്കാണ്. അദ്ദേഹം കോംറ്റയുടെ വർക്കുകളെല്ലാം ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമല്ല, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പിന്നീട് ഡർഖെയിമിൻ്റെ വർക്കുകളെല്ലാം കോംറ്റയുടെ ഐഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നതാണ്. എന്നാൽ കോംറ്റയുടെ ഐഡിയകളെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡർഖെയിം ശരിക്കും പഠിക്കുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിക്കകത്ത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, സോഷ്യോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്. ഇതായിരുന്നു ഡർഖെയിമിൻ്റെ വർക്ക്. അദ്ദേഹം പറഞ്ഞു, സോഷ്യോളജി പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സോഷ്യൽ ഫാക്റ്റുകളെ പറ്റിയിട്ടാണ്. സോഷ്യൽ ഫാക്റ്റുകൾ എന്താണ്, സോഷ്യൽ ഫാക്റ്റുകൾ എങ്ങനെ ഉണ്ടാവുന്നു, ഇതൊക്കെയാണ് സോഷ്യോളജി പഠിക്കുന്നത്. സോഷ്യോളജി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അതായത് സോഷ്യോളജി മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു സബ്ജക്റ്റിനെ ശരിക്കും എന്ത് ചെയ്യുന്നു, ഈ സോഷ്യോളജിയുമായിട്ട് എന്താണ് വ്യത്യാസം, ഇങ്ങനെ പഠിക്കുന്ന ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം പറഞ്ഞു, സോഷ്യൽ ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിൽ നിന്നുണ്ടാകുന്നതല്ല. ഒറ്റ വ്യക്തിക്ക് ഒരു സോഷ്യൽ ഫാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പം റിലീജിയൻ അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഹിന്ദുയിസം ആരുണ്ടാക്കി? ഹിന്ദുസ് ഉണ്ടാക്കി. ഈ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വ്യക്തിയല്ലല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എങ്ങനെ ഈ റിലീജിയൻ ഉണ്ടാകുന്നു? ഒരു പർട്ടിക്കുലർ ഡൈറ്റീനെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിലീഫ് ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എപ്പിക്കുകൾ എഴുതിയിട്ട് അത് വിശ്വസിക്കുകയും അത് വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് എന്ത് ചെയ്യുന്നത്?
ചെയ്യുന്നത്? അപ്പോൾ സോഷ്യൽ ഫാക്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ഗ്രൂപ്പ് ആണെന്ന് പറയാം, ഒരു കളക്റ്റീവ് മൈൻഡ് ആണെന്ന് പറയാം, ഒറ്റ വ്യക്തിയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് എന്ന് പറയാം. അപ്പം നമുക്കറിയാം നമ്മൾ പറഞ്ഞ സോഷ്യൽ ഫാക്റ്റുകൾ ഒരു വ്യക്തിയിൽ അടങ്ങുന്നതല്ല, ഒരു വ്യക്തിക്കുള്ളിൽ നിൽക്കുന്നതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആക്കി പഠിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഏതൊരു വസ്തുവും പഠിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു സയന്റിഫിക് ആയ ഒരു സബ്ജക്റ്റ്, ഇപ്പം ഞാൻ എർത്തിനെ പറ്റി പഠിക്കുകയാണ്. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ്. ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യോളജിയിലുള്ള ഏതൊരു സോഷ്യൽ ഫാക്റ്റും പഠിക്കാം. കാരണം സോഷ്യൽ ഫാക്റ്റുകൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പഠനം ഫുള്ള് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേരാണ് ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. ഈ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്ത് വെക്കുക. കാരണം ഈ ബുക്ക് ആരെഴുതി നിങ്ങളുടെ എക്സാമിന് ചോദിക്കില്ല, ബട്ട് ലേറ്റർ നിങ്ങൾ നെറ്റ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ആരുടെ പുസ്തകമാണ്? ഡർഖെയിമിന്റെ ബുക്കാണ്. ഓക്കെ, അപ്പൊ പിന്നീട് ഡർഖെയിം കൊടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷണലിസമല്ലേ പഠിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ എന്താണ് എന്ന് ഡർഖെയിം കൊടുത്ത ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. കാരണം ഈ ഡെഫിനിഷൻ പിന്നീട് പല സോഷ്യോളജിസ്റ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഡർഖെയിം പറഞ്ഞത്? ശരിക്കും ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്ന എന്തൊക്കെ പാർട്സ് ആണോ ആ പാർട്സുകളെല്ലാം കൂടെ ചേർന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ മെയിൻ്റനൻസിന് സഹായിക്കുന്നു. അവർ ആ ഒരു മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പാർട്സ് ചെയ്യുന്ന എന്തൊക്കെയോ കോൺട്രിബ്യൂഷൻ ആണ്. ആ കോൺട്രിബ്യൂഷനെയാണ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. കാരണം എന്ത് ചെയ്യുന്നു? അവരുടെ കോൺട്രിബ്യൂഷൻ മൂലം സൊസൈറ്റിക്ക് നല്ലതല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എന്താണ് അതിന്റെ സർവൈവൽ, അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് ഇതൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ലേറ്റർ പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഡർഖെയിമിന്റെ വേറെ പ്രത്യേകത, ഡർഖെയിം ഈ ഒരു നമ്മുടെ ഡാർവിന്റെ സർവൈവൽ തിയറി അങ്ങ് റിജക്ട് ചെയ്യും. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഡാർവിന്റെ ഐഡിയ എന്തായിരുന്നു? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കൂട്ടത്തിൽ മിടുക്കനാരോ അവൻ ജീവിക്കും. അതായത് റിസോഴ്സ് കിട്ടുന്നത് ആർക്കാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ജീവിക്കാനുള്ള സാഹചര്യം പോസിറ്റീവ് ആയത് ആർക്കാണ്, അയാൾ മാത്രം സർവൈവ് ചെയ്യുകയും ബാക്കിയുള്ളവർ നശിച്ചു പോവുകയും ചെയ്യും. ഇതായിരുന്നു ഡാർവിന്റെ ഐഡിയ. പക്ഷേ ഡർഖെയിം പറഞ്ഞത് ഇങ്ങനെ അല്ല. പിന്നെയോ ഡാർവിൻ്റെ ഐഡിയ തെറ്റാണ്. നമ്മൾ ശരിക്കും അവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല പഠിക്കേണ്ടത്, പകരം തിയറി ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് എലിമിനേഷൻ, ഇതാണ് പഠിക്കേണ്ടത്. കോമ്പറ്റീഷനുകൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അല്ലാതെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തിയറി അല്ല സോഷ്യോളജിയിലാണേലും ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡർഖെയിം. അദ്ദേഹം പറഞ്ഞു ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പോപ്പുലേഷൻ കുറേ ആളുകൾ ഉണ്ടാവുന്നു, കുറേ ആളുകൾ ജനിക്കുന്നു. അപ്പോൾ കുറേ ആളുകൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ടാവും. അത് എന്ത് തരത്തിലുള്ള ഡിഫറൻഷിയേഷൻ ആവാം? ഇപ്പോൾ റിലീജിയൻ, കാസ്റ്റോ, ക്ലാസ്സോ, സ്റ്റേറ്റസോ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്ത് തരത്തിലായാലും എന്ത് ചെയ്യും? റേസിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആളുകൾക്ക് കുറേ വ്യത്യസ്തത ഉണ്ടാവും. ഈ വ്യത്യസ്തത മൂലം എന്ത് ചെയ്യുന്നു? സ്പെഷ്യലൈസേഷൻ ഓഫ് ജോബ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബുകൾ ഉണ്ടാവുന്നു, ഡിഫറെൻറ്റ് തരത്തിലുള്ള ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യും? ഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കേണ്ടി വരും. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. കുറേ ആളുകളുണ്ടായി. ഈ കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ക്യാപിറ്റലിസ്റ്റ്, അതായത് പണം മുടക്കാൻ കഴിവുള്ളവരും പണം മുടക്കുന്ന ആളുകൾക്ക് ജോലി ചെയ്യുന്നവരും ഉണ്ടാവും. ക്യാപിറ്റലിസ്റ്റ്, ഓൺട്രപ്രണേഴ്സ്, അതായത് ബിസിനസ് നടത്തുന്നവരുണ്ടാവും. അവിടെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറേ വർക്കേഴ്സും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ അവർ ഡിപ്പെൻഡൻ്റായി പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും, പരസ്പരം താങ്ങായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തില്ല? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇപ്പം ക്യാപിറ്റലിസ്റ്റുകാരുടെ പണം ഉണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം? അവരുടെ കമ്പനി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് കീഴിൽ ജോലി ചെയ്യാൻ കുറേ വർക്കേഴ്സ് ഉണ്ടാവണം. വർക്കേഴ്സ് ഇല്ലാതെ കമ്പനി റൺ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നു, പരസ്പര ധാരണയിൽ ഇവർ ഒന്നിച്ച് നിലനിൽക്കുന്നു എന്നാണ് ഡർഖെയിം പറയുന്നത്. അതേപോലെ ഡർഖെയിം എന്താണ്? യൂട്ടിലിറ്റേറിയൻ തിയറിക്കും ഇൻഡിവിജ്വലിസ്റ്റിക് തിയറിക്കും എതിരാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ഈ രണ്ട് തിയറികളിൽ എന്ത് പഠിക്കുന്നില്ല? ഡിവിഷൻ ഓഫ് ലേബർ എന്താണ് എന്ന് പഠിക്കുന്നില്ല. അദ്ദേഹത്തിന് ഡോക്ടറൽ വർക്കായിരുന്നു, അദ്ദേഹം PhD ചെയ്തേക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബറിലാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫംഗ്ഷൻ, അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഈ രണ്ട് തിയറികൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് തിയറിയും തെറ്റാണ് എന്നാണ് ഡർഖെയിം പറഞ്ഞേക്കുന്നത്. അതേപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ ഫംഗ്ഷൻ എന്താണ്.
സോഷ്യൽ സോളിഡാരിറ്റിയാണ്. ഒരു യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റലിസ്റ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയിൽ വർക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്താണ്, ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, ഇങ്ങനെയുള്ള ഡിവിഷൻ ഓഫ് ലേബറുകൾ സഹായിക്കുന്നു. അതേപോലെ അദ്ദേഹത്തിന് മറ്റൊരു പഠനമാണ്, വളരെ ബേസിക് ആയ ഇതിൻ്റെ വർക്കായിരുന്നു, റിലീജിയനെ പറ്റിയുള്ള പഠനം. അദ്ദേഹത്തിന്റെ ആ പഠനത്തിന്റെ പേര് ടോട്ടമിസം എന്നാണ്. ഓസ്ട്രേലിയൻ ട്രൈബ്സ് ആയിരുന്ന അരുന്ത ട്രൈബ്സിന് ഇടയ്ക്കുള്ള ഒരു ടോട്ടമിസമാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. ടോട്ടമിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് റിലീജിയൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ഹിന്ദുസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ മുസ്ലിംസിനെ പോലെയല്ല, വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ചെടികളോ അല്ലെങ്കിൽ വസ്തുക്കളോ മൃഗങ്ങളെയോ ദൈവമായി ഒരു ടോട്ടം ആയിട്ട് കണക്കാക്കി അതിനെ പ്രാർത്ഥിച്ച് അതിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് റിലീജിയനെയാണ് നമ്മൾ ടോട്ടമിസം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പിന്നീട് പഠിക്കും. ബേസിക് ആയിട്ട് ഇതാണ് ടോട്ടമിസം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കാം, റിലീജിയൻ എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുയിസം ആണ്. നമ്മൾ എല്ലാ റിലീജിയൻ എടുത്താലും അതിന്റെ ബേസിക് ഐഡിയ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സോളിഡാരിറ്റി പ്രൊവൈഡ് ചെയ്യും എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു യൂണിറ്റി, എല്ലാ ഹിന്ദുസും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യൻസും എന്നുള്ള ഒരു സോളിഡാരിറ്റി, ആ ഒരു യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ റിലീജിയന് പറ്റും, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബറിന് പറ്റും. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്, സോളിഡാരിറ്റി. അല്ലെങ്കിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സോളിഡാരിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. ഇതായിരുന്നു ഡർഖെയ്മിന്റെ ഐഡിയ. അദ്ദേഹം പറഞ്ഞെന്താ, ഇങ്ങനെയുള്ള എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും എന്ത് പ്രൊവൈഡ് ചെയ്യും, ഒരു ഇന്റഗ്രേഷൻ, ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇതായിരുന്നു ഡർഖെയ്മിന്റെ ഐഡിയ. ഇനി നമ്മൾ ഫങ്ഷണലിസം എടുത്തു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പം ഡർഖെയ്മിന്റെ ഫങ്ഷണലിസം അല്ല, ലേറ്റർ ഫങ്ഷണലിസത്തിന് ഒരുപാട് ഡെവലപ്മെന്റ്, പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫങ്ഷണലിസം ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതിൽ ഡർഖെയ്ം നമ്മൾ പിന്നീടുള്ള പഠനങ്ങൾ നടത്തി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, റാഡ്ക്ലിഫ് ബ്രൗണും മെലനോസ്കിയും ഒക്കെ ഫങ്ഷണലിസത്തിന് കൊടുക്കുന്ന ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡർഖെയ്ം ഒരു പ്രോപ്പറായ ഫങ്ഷണലിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹമാണ് ഫങ്ഷണലിസത്തിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തു, സോഷ്യൽ ഫങ്ഷനുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച വ്യക്തി ഡർഖെയ്മാണ്. പക്ഷേ മലനോസ്കിയുടെയോ റാഡ്ക്ലിഫ് ബ്രൗണിന്റെയോ ഡെഫിനിഷൻ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഡർഖെയ്ം ഒരു ഫങ്ഷണലിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത, അതിനൊരു മേജർ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് ഡയക്രോണിസവും സിങ്ക്രോണിസവും കാണാൻ പറ്റും, കോ എക്സിസ്റ്റ് ചെയ്യുന്നതായി കാണാൻ പറ്റും. എന്താണ് ഡയക്രോണിസം എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന്റെ അതിന്റെ ഹിസ്റ്ററി, അതിന്റെ പാസ്റ്റ്, അതിന്റെ ഒറിജിൻ, അതിന്റെ ജെനറ്റിക്സ്, അതിന്റെ എവല്യൂഷൻ, ഇതെല്ലാം പഠിക്കുന്നതിനെയാണ് ഡയക്രോണിസം എന്ന് വിളിക്കുന്നത്. സിങ്ക്രോണിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണ്. ഓക്കെ, ഇപ്പം ഫെമിനിസം, ഇപ്പം നമ്മുടെ നാട്ടിൽ ഫെമിനിസത്തിന്റെ ആ ഒരു അവസ്ഥ എന്താണ്, അത് ഇപ്പം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇത് മാത്രം പഠിക്കാറുള്ളത്. ഇതിന്റെ പുറകിലത്തെ കഥ, അതായത് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഉണ്ടായി, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായി, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പഠിക്കില്ല. അപ്പൊ ഡയക്രോണിസം, സിങ്ക്രോണിസം അദ്ദേഹത്തിന്റെ വർക്കിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓസ്ട്രേലിയൻ ടോട്ടമിസത്തിൽ അദ്ദേഹത്തിന്റെ വർക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, അവിടെ ശരിക്കും അദ്ദേഹം എങ്ങനെ ആ ഒരു ടോട്ടമിസം എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിലീജിയസ് മെത്തേഡ് എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം പഠിക്കുന്നില്ല. പകരം ആ റിലീജിയൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ അദ്ദേഹം പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മാത്രമേ അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, 20th century ഒക്കെ ആകുമ്പോഴത്തേക്കും, ഇത്രയും കാലഘട്ടം കഴിഞ്ഞു, ഇത്രയും വ്യക്തികൾ, ഇനി ഓരോരോ വ്യക്തികളായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തത് 20th നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് പറയാവുന്ന ഒരു കാര്യം, എസ്പെഷ്യലി 1922, അതായത് ആഡം കൂപ്പർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് 1922 എന്ന് പറഞ്ഞാൽ ആനസ് മിറാബിലിസ് എന്ന് പറയാം. ഫങ്ഷണലിസത്തിന്റെ ഇയർ ഓഫ് മാജിക്, ഫങ്ഷണലിസത്തിന് ഒരു മാജിക് നടന്ന വർഷം എന്ന് പറയുന്നത് 1922 ആണ്. കാരണം ആ സമയത്ത് ഫങ്ഷണലിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. എവല്യൂഷൻ അല്ലെങ്കിൽ ലോ ഓഫ് എവല്യൂഷൻ, എവല്യൂഷണറി തിയറി, ഡാർവിൻ്റെ ഐഡിയാസ് ഫുള്ളായിട്ട് ഇല്ലാതാവും. പകരം ഫങ്ഷണലിസം മാത്രം എല്ലാ സോഷ്യോളജിസ്റ്റുകളും പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് ആ ഒരു സമയത്ത് ഫങ്ഷണലിസത്തിന്റെ വർക്കുകൾ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് മെയിൻ 2 വർക്കുകളാണ് വരുന്നത്, റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മെലനോസ്കിയുടെയും. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ബുക്കിന്റെ പേര് ദ ആൻഡമാൻ ഐലൻഡേഴ്സ് എന്നും മെലനോസ്കിയുടെ ബുക്കിന്റെ പേര് ദ അർഗനറ്റ്സ് ഓഫ് വെസ്റ്റേൺ പസഫിക് എന്നുമാണ്. അപ്പോൾ ഈ 2 വർക്കുകളാണ്. പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്ക് പല കൈൻഡ് ഓഫ് ഫങ്ഷണലിസം ഡെവലപ്പ് ചെയ്യുന്നു. ആദ്യം എങ്ങനെയാണ്, സൈമൺ വന്നു, കോംറ്റെ വന്നു, ഡർഖെയ്ം വന്നു, റാഡ്ക്ലിഫ് ബ്രൗണും മെലനോസ്കിയും വരുന്നു. അപ്പോൾ ലേറ്റർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും
ആ ഒരു ഫങ്ഷണലിസത്തിന് അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്നു. ഒരു കൺസെപ്റ്റ് പല വിധത്തിൽ പലരും പല ഡെഫിനേഷൻ കൊടുത്ത് പഠിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെ പല സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ പല ഫങ്ഷണലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഒരാളെ ഫങ്ഷണലിസ്റ്റ് ആക്കുന്നത് എന്ത്, അല്ലെങ്കിൽ അയാളുടെ പഠനം ഫങ്ഷണലിസം ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അയാളുടെ വർക്കിൽ ഈ 5 പ്രപ്പോസിഷൻസ് ഉണ്ടെങ്കിലാണ്. നമ്മൾ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ അയാളുടെ വർക്കിൽ വരുന്നുണ്ട് എങ്കിൽ അയാളൊരു ഫങ്ഷണലിസ്റ്റ് ആണ്. ചിലപ്പോൾ അത് ഏത് കൈൻഡ് ഓഫ് ഫങ്ഷണലിസ്റ്റോ ആയിക്കോട്ടെ, ലേറ്റർ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ അയാളൊരു ഫങ്ഷണലിസ്റ്റ് ആവണമെങ്കിൽ അയാൾക്ക് ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, അയാള് നമ്മളിവിടെ സൊസൈറ്റീനെയോ കൾച്ചറിനെയോ രണ്ടിനും ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം സൊസൈറ്റി എന്ന് പറയാം. അപ്പൊ സൊസൈറ്റിയിൽ എന്താണ്, സൊസൈറ്റീനെ ഒരു സിസ്റ്റം ആയിട്ട് കാണുന്ന ഒരു വ്യക്തി, ഒരു സോളാർ സിസ്റ്റം പോലെയോ അല്ലെങ്കിൽ ഓർഗാനിക് സിസ്റ്റം പോലെയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹ്യൂമൻ ബോഡിനെയൊക്കെ പോലെയോ എന്താണ്, അതൊരു സിസ്റ്റമാണ് എന്ന് കണക്കാക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഇതിനകത്ത് കുറേ പാർട്സ് ഉണ്ട്. ഓരോ സിസ്റ്റത്തിനകത്തും, അതായത് ഓരോ സൊസൈറ്റിക്കകത്തും കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഓർഗനൈസേഷനോ റോളോ അസോസിയേഷനോ എന്തോ ആയിക്കോട്ടെ, ഇതിനെല്ലാം ഓരോ പാർട്സ് ഉണ്ട്. ഈ പാർട്സ് എല്ലാം ഇന്റർ കണക്റ്റഡ്, ഇന്റർ റിലേറ്റഡ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത്, ഈ ഓരോ പാർട്സിനും അതിനതിൻ്റെതായ ഒരു ഫങ്ഷൻ, സ്വന്തമായ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനുണ്ട് എങ്കിൽ അദ്ദേഹം എന്താണ്, ഒരു ഫങ്ഷണലിസ്റ്റ് ആണെന്ന് പറയാം. നാലാമത്തത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നു, ഒരു പാർട്ടിന് ഒരു ചെറിയ മാറ്റം ഉണ്ടായി എങ്കിൽ എന്ത് പറ്റും, ഇതെല്ലാം ക്ലോസ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് ഒരെണ്ണത്തിന് വരുന്ന മാറ്റം മൊത്തം സിസ്റ്റത്തിനെയും ബാധിക്കുന്നു. 4. അഞ്ചാമത്തത്, നമുക്ക് ഈ ഫുൾ ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ സൊസൈറ്റിയോ കൾച്ചറിനെയോ ഹോൾ ഒന്നിച്ച് കണക്കാക്കാൻ പറ്റും, ഒന്നാണ് എന്ന് കണക്കാക്കാൻ പറ്റും. അപ്പം നമ്മൾ പറയുന്നത് ഒന്നിച്ച് കണക്കാക്കുന്നു എന്നതിനർത്ഥം എല്ലാ പാർട്സിൻ്റെയും കൂടെ ആകെ തുക അല്ലെങ്കിൽ കൂട്ടി വെച്ച് കിട്ടുന്നതാണ് സൊസൈറ്റി എന്ന് വെറുതെ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്, ആ ഒരു ലിറ്ററൽ മീനിങ്ങിന്റെ അപ്പുറത്ത് എന്താണ്, ഇതിന് ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ആ ഒരെണ്ണം ഒഴിവാക്കിയാൽ മൊത്തം സിസ്റ്റത്തിന് ഫെയിലിയർ ഉണ്ടാകുമെന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾ എന്ന് പറയുമ്പം ചുമ്മാ കൂട്ടിവെക്കലല്ല, അതിന് പുറമെ ഇതിനെല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുന്നു എങ്കിൽ ആ കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എന്നല്ല, കളക്റ്റീവ് മൈൻഡിൽ നിന്നാണ് സോഷ്യൽ ഫാക്ടർ ഉണ്ടാവുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സൊസൈറ്റീനെ അല്ലെങ്കിൽ കൾച്ചറിനെ എടുത്ത് പഠിക്കുവാണെങ്കിൽ അതിനെ പറ്റിയുള്ള കോൺഷ്യസ്നെസ്സിനെ എന്തെന്ന് വിളിക്കാം, കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കാം എന്നാണ് ഡർഖെയിം പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, റാഡ്ക്ലിഫ് ബ്രൗണും മാലിനോസ്കിയും ഫങ്ഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഫങ്ഷണലിസത്തിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയായിരുന്നു എന്നാണ് ശരിക്കും പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ഈ റാഡ്ക്ലിഫ് ബ്രൗണും മാലിനോസ്കിയും അവർ സോഷ്യോളജിസ്റ്റ് ആണ് എങ്കിലും നമുക്കൊരു ആന്ത്രോപോളജിസ്റ്റിക് ആ ഒരു വർക്കാണ് അവർ ചെയ്തേക്കുന്നത് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് ആന്ത്രോപോളജിയിലെ ഫങ്ഷണലിസം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഫങ്ഷണലിസം ആന്ത്രോപോളജിയിൽ വേറെ സോഷ്യോളജിയിൽ വേറെ എന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പം റാഡ്ക്ലിഫ് ബ്രൗണും മാലിനോസ്കിയും 19th സെഞ്ച്വറി അവസാനം അല്ലെങ്കിൽ ഒരു 20th സെഞ്ച്വറി ആ സമയത്തൊക്കെ എന്താണ്, ഫങ്ഷണലിസം കൺസെപ്റ്റ് ഭയങ്കര ഒരു റാപ്പിഡ് ആയ ഒരു ഡെവലപ്മെന്റിന് കാരണമായ വ്യക്തികളാണ്. അവർ പറഞ്ഞത് ശരിക്കും നമ്മൾ ഫങ്ഷണലിസം എടുക്കുമ്പോഴത്തേക്കും കോൺജങ്ക്ചറൽ ഹിസ്റ്ററി അല്ല, ഒതന്റിക് ഹിസ്റ്ററിയാണ് പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫങ്ഷണലിസം കൺസെപ്റ്റ് എടുക്കുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോൺജങ്ക്ചറൽ ഹിസ്റ്ററി കംപ്ലീറ്റ്, നമ്മൾ സാധാ പഠിച്ചു വരുന്നത് പോലെ ഒതന്റിക് ഹിസ്റ്ററി പഠിച്ചാൽ പോരാ. കോൺജങ്ക്ചറൽ ഹിസ്റ്ററി എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്. ഒതന്റിക് ഹിസ്റ്ററി അല്ല പഠിക്കേണ്ടത്. കാരണം ഒതന്റിക് ഹിസ്റ്ററി വന്നാൽ അതൊരു സ്യൂഡോ ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിനൊരു സയന്റിഫിക് വാല്യൂ ഇല്ല. നമ്മൾ പണ്ട് പറയുന്നത് പോലെ ഇന്ന വർഷത്തിൽ ജനിച്ചു ഇന്ന വർഷത്തിൽ മരിച്ചു എന്ന ആ ഒരു ബേസിക് കൺസെപ്റ്റ് അല്ല. അതിനുശേഷം ഇടയ്ക്കുള്ള കാര്യങ്ങൾ, അതിന്റെ ഫംഗ്ഷൻ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കും അതിനെ കോൺജങ്ക്ചറൽ ഹിസ്റ്ററി എന്ന് പറയാം. ഈ കോൺജങ്ക്ചറൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്, അതിനകത്ത് സയന്റിഫിക് വാല്യൂ ഉൾപ്പെടുത്തി പഠിക്കുന്നതിനെയാണ്. ഓക്കെ, മാലിനോസ്കി പറയുന്നത് നമ്മളൊരു എവല്യൂഷനിസം കൺസെപ്റ്റ് പറഞ്ഞില്ലേ, ക്ലാസിക്കൽ എവല്യൂഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജങ്ക്ചറൽ റീകൺസ്ട്രക്ഷൻസിന്റെ ലിംബോ അല്ലെങ്കിൽ അവസാന സ്റ്റേജ് അല്ലെങ്കിൽ അത് എത്തിച്ചേരുന്ന അവസാന സ്ഥലമാണ് എന്ന് പറയാം. അത്രയൊന്നും നിങ്ങൾ അത്ര ഇതായിട്ടൊന്നും പഠിക്കണം എന്നില്ല, ഇത്ര അറിഞ്ഞാൽ മതി. 19th സെഞ്ച്വറിയിൽ ഇവർ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ്. എന്താണ് അവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വർക്ക് വന്നപ്പോഴത്തേക്കും ഫങ്ഷനിസത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത്,
ആം ചെയർ ആന്ത്രോപോളജി ഫീൽഡ് വർക്ക് സ്റ്റഡിയിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒരു കൺസെപ്റ്റ് എടുക്കുന്നു, ഒരിടത്തിരുന്നും കൊണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ ടേബിളിൻ്റെ പുറത്തിരുന്നും കൊണ്ടാ ഇങ്ങനെയൊക്കെയാണ് എന്ന് പഠിക്കാതെ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സാധനം എവിടെയാണോ ഉള്ളത്, ഇപ്പോൾ ഞാൻ സിക്കിസത്തിനെ പറ്റി പഠിക്കാൻ പോവുക, ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ട് സിക്കിസത്തിനെ പറ്റിയിട്ട് പല ബുക്കുകൾ എടുത്ത് വായിച്ചെഴുതാതെ സിക്കിസം ഉള്ള സ്റ്റേറ്റ്, പഞ്ചാബ് ആണെങ്കിൽ പഞ്ചാബ് അമൃത്സർ ഏരിയയിൽ പോയിട്ട് അവിടെ ചെന്ന് ഫീൽഡ് സ്റ്റഡി നടത്തി പഠിക്കുക. ഒന്നാമത്തത് ഈ ഒരു മാറ്റം ഉണ്ടാകും ഇവരുടെ വർക്ക് വരുന്നതോടുകൂടി. ഒന്ന്. രണ്ടാമത്തത് സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സൊസൈറ്റി ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞാൽ ഡയക്രോണിസം സിങ്ക്രോണിസവും കൂടി ഉൾപ്പെടുത്തുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരും. ചുമ്മാ ഒരു സാധനത്തിന്റെ ഒറിജിൻ അതിന്റെ എവല്യൂഷൻ മാത്രം പഠിക്കാതെ ഇപ്പോൾ അതിന്റെ ഫംഗ്ഷൻ, ഇപ്പോൾ അതിന്റെ അവസ്ഥ, ഇപ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഹിയർ ആൻഡ് നൗ എന്നത് കൂടി ഉൾപ്പെടുത്തുക. ഡയക്രോണിസം മാത്രമാകാതെ സിങ്ക്രോണിസം കൂടി ഉൾപ്പെടുത്തുന്ന അവസ്ഥ. മൂന്നാമത്തത് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ നമ്മൾ ഒരു സാധനം എടുക്കുകയാണ്. ഞാനിപ്പം ഒരു ഇന്ത്യൻ കൾച്ചറിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ജനറലി ഇന്ത്യൻ കൾച്ചർ പഠിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ളൊരു കൺട്രിയാണ്. ചുമ്മാ ചെന്നിട്ട് ഞാൻ ഇന്ത്യൻ കൾച്ചർ പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജനറലായ ഒരു പെരിഫറൽ ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് പ്രോപ്പർ സ്പെസിഫിക് ഐഡിയാസ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, ഇപ്പം ഞാൻ കേരളം എടുത്തു, കേരളത്തിൽ ഇപ്പം ട്രിവാൻഡ്രം എടുക്കുന്നു, ആ ട്രിവാൻഡ്രത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റി പഠിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ കഴിയുമ്പോഴത്തേക്കും കൾച്ചറും ലാംഗ്വേജും മാറുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങിച്ചെന്നിട്ട് ഓരോ പർട്ടിക്കുലർ റീജിയനും എടുത്തിട്ട് പഠിക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് പല സ്ഥലങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും എന്ന് പറയാം. അപ്പോൾ ഒരു മാക്രോ അപ്രോച്ച് അല്ലാതെ മൈക്രോ അപ്രോച്ചിലേക്ക് മാറേണ്ടി വരും. ജനറലായ ഐഡിയ അല്ലാതെ സ്പെസിഫിക് ഐഡിയോളജിയിലേക്ക് ചുരുങ്ങേണ്ടി വരും. നാലാമത്തത് പറയുന്നത് സൊസൈറ്റീനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ ഹിയർ ആൻഡ് നൗ സിങ്ക്രോണിസം ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടിക്കൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റും. കാരണം ആ ഒരു പർട്ടിക്കുലർ ഐഡിയ നമുക്ക് എന്ത് ചെയ്യാം, ലേറ്റർ നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പ്രാക്ടിക്കൽ യൂസിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇവർ വരുന്നതോടുകൂടിയുള്ള മാറ്റം. ഫീൽഡ് വർക്ക് വരുന്നു, സിങ്ക്രോണിസം ഉൾപ്പെടുത്തുന്നു, മൈക്രോ ലെവലിലേക്ക് വരുന്നു, പ്രാക്ടിക്കൽ യൂസ് ഉണ്ടാവുന്നു. ഇത്രയുമാണ് ഇവർ രണ്ടുപേരും ഫങ്ഷണലിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ. ഓക്കെ, അത് പ്രാക്ടിക്കൽ യൂസ് ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ കണ്ടീഷൻ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ പ്രാക്ടിക്കൽ ആന്ത്രോപോളജി എന്നൊക്കെ വിളിക്കും. ഇത്രയുമാണ് അവരുടെ മെയിൻ വർക്ക് അല്ലെങ്കിൽ അവർ വരുന്നതോടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഫങ്ഷണലിസ്റ്റുകൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ് ഓഫ് ഡിഫ്യൂഷനെയോ എവല്യൂഷനെയോ കംപ്ലീറ്റ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യൂട്ടിലിറ്റേറിയൻ തിയറിനെയും ഇൻഡിവിജ്വലിസ്റ്റിക് തിയറിനെയും ഡർക്കെയിം നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു, തെറ്റാണെന്ന് വാദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെയല്ല ഈ ലേറ്റർ സ്റ്റേജസിൽ ഉണ്ടായ ഫങ്ഷണലിസ്റ്റുകൾ ഒരിക്കലും ആ ഒരു ഡിഫ്യൂഷൻ തിയറിയോ എവല്യൂഷൻ തിയറിയോ എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ്ലി അത് തെറ്റാണ് എന്നൊന്നും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുകയൊന്നും ചെയ്തില്ല. കാരണം പ്രോസസ് ഓഫ് ചേഞ്ച് അല്ലേ, എന്തായാലും ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാകും, ആ തിയറിറ്റിക്കൽ അനാലിസിസിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടാകും. അതായിരുന്നു റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും മാലിനോസ്കിയുടെ ഐഡിയ. അവരെ എതിർത്ത ഒരേ ഒരു കാര്യം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒതന്റിക് ഹിസ്റ്ററി അല്ല, ഇത് ഇമാജിനേറ്റീവ് ഹിസ്റ്ററി അല്ല, പകരം എന്ത് ചെയ്യുക, എംപിറിക്കൽ സ്റ്റഡീസ് പഠിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു കാരണം അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന വർഷം ജനിച്ചു ഇന്ന വർഷം മരിച്ചു, അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇമാജിനേഷൻ ലെവലിലേക്ക് പോവാതെ എംപിറിക്കലായി പഠിക്കുക, എല്ലാത്തിനും ഒരു സയന്റിഫിക് അനാലിസിസ് കൊടുക്കുക, എല്ലാത്തിനും നമുക്ക് അളവുകോലിട്ട് അളന്നെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു നമ്പർ ബേസിസിൽ നമ്പർ കൊണ്ട് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞ വ്യക്തികളായിരുന്നു രണ്ടുപേരും, മാലിനോസ്കിയും ബ്രൗണും. നെക്സ്റ്റ് ഓക്കെ, ഇനി രണ്ടുപേരുടെയും എടുത്തെടുത്ത് പഠിക്കാം. ആദ്യത്തെ ആള് റാഡ്ക്ലിഫ് ബ്രൗൺ. ബ്രൗണിന്റെ അപ്രോച്ചിന്റെ പേരാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്. ഫസ്റ്റ് റാഡ്ക്ലിഫ് ബ്രൗൺ സൊസൈറ്റിനെ പറ്റി എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഓരോ സൊസൈറ്റിക്കും അവർക്ക് എന്തുണ്ട്, ഒരു ഇന്റർ റിലേറ്റഡ് ആയ സിസ്റ്റം ഉണ്ട്. നേരത്തെ പറഞ്ഞാണ് ഇൻസ്റ്റിറ്റ്യൂഷനോ റോളോ അസോസിയേഷനോ എന്തായാലും പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കുറെ സിസ്റ്റങ്ങൾ ഓരോ സമൂഹത്തിനകത്തും കാണാൻ പറ്റും. അവിടെ എന്തൊക്കെ കാണാം, അവിടെ അവർക്ക് ആ ഒരു ഫംഗ്ഷൻ ചെയ്ത് പോകുന്ന ജനറൽ ലോ നിയമങ്ങൾ കാണാം, അതേപോലെ അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ട കുറെ ഫങ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സൊസൈറ്റി എന്താണ് എന്നതിന് റാഡ്ക്ലിഫ് ബ്രൗൺ കൊടുത്ത ഡെഫിനിഷൻ. അദ്ദേഹം പറഞ്ഞു, ഡർക്കെയിം ഓഫേർഡ് ദി ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ഫോർമുലേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ
ആൻഡ് ദിസ് കൺസെപ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇമ്പോർട്ടൻ്റ് ആണ് അനലോഗി ബിറ്റ്വീൻ സോഷ്യൽ ലൈഫ് ആൻഡ് ഓർഗാനിക് ലൈഫ്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഡർക്കെയിം പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹമാണ് ആദ്യം ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞത്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും അതിന് സിസ്റ്റമാറ്റിക് അനാലിസിസ് നടത്തിയതും ഫോർമുലേഷൻ നടത്തിയതും എല്ലാം ഡർക്കെയിമാണ്. കാരണം ആ കോൺസെപ്റ്റ് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? സോഷ്യൽ ലൈഫിനെയും ഓർഗാനിക് ലൈഫിനെയും തമ്മിൽ അനലൈസ് ചെയ്ത് ആ ഒരു അനലോഗി ആയിരുന്നു ഡർക്കെയിമിന്റെ വർക്ക്. അതുകൊണ്ട് ഡർക്കെയിമിന്റെ വർക്ക് ഞാൻ അംഗീകരിക്കുന്നു എന്നായിരുന്നു ബ്രൗൺ പറഞ്ഞത്. അപ്പം അതേപോലെ ബ്രൗൺ പറയുന്നത് ഫങ്ഷണലിസം ഡർക്കെയിം ഉപയോഗിച്ചത് എന്താണ്? ടീലിയോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, എന്തുകൊണ്ടത് ഉണ്ടായി, അതിന്റെ കോസ് എന്താണ് എന്ന് പഠിക്കാതെ അതിന്റെ പർപ്പസ് എന്താണെന്ന് മാത്രമാണ് ഡർക്കെയിം പഠിച്ചത്. അപ്പൊ ഇതാണ് ബ്രൗൺ പറയുന്നത്. ഓക്കെ, ഞാൻ ഡർക്കെയിമിന്റെ വർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു, ശരിയാണ്, ഡർക്കെയിം പറഞ്ഞത് ശരിയാ, ഡർക്കെയിമാണ് കൺസെപ്റ്റ് കൊണ്ടുവന്ന് അദ്ദേഹം ആ ഒരു ഐഡിയോളജി ഫോം ചെയ്യുന്നു, അദ്ദേഹം സിസ്റ്റമാറ്റിക്കൽ അനാലിസിസ് നടത്തുന്നു, സോഷ്യൽ ലൈഫും ഓർഗാനിക് ലൈഫും തമ്മിലൊരു പഠനം, ഓക്കെ എല്ലാം ശരിയാ. പക്ഷേ ഡർക്കെയിം എന്താണ്? ടീലിയോളജിക്കലായ പഠനമാണ് നടത്തിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എടുത്തു, അതിന്റെ കോസ് എന്താ എന്ന് പഠിക്കാതെ അതിന്റെ പർപ്പസ് എന്താ, അത് എന്തുകൊണ്ട് ആ സാധനം ഉണ്ടായി എന്ന് പഠിക്കണ്ടേ? അത് പഠിക്കാതെ അതെന്ത് നൽകുന്നു എന്ന് മാത്രമാണ് ആര് പഠിച്ചേക്കുന്നത്? ഡർക്കെയിം പഠിച്ചേക്കുന്നത് എന്നാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. അതുകൊണ്ട് ഡർക്കെയിമിന്റെ വർക്കിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ബ്രൗൺ വരുത്തും. ഒന്നാമത് ചെയ്തത് നീഡ് എന്ന് ഡർക്കെയിം കൊടുത്തതിന് പകരം അദ്ദേഹം നെസസറി കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന വാക്കിലേക്ക് മാറ്റും. എന്ന് പറഞ്ഞാൽ ഈ സാധനം വേണം അല്ലെങ്കിൽ ആ സാധനം ഉണ്ടാകണം എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ആ സാധനങ്ങൾ സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിന്റെ ബേസിക് ആയ ആവശ്യകതകളാണ് എന്ന് മാറ്റും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. നീഡ് മാറ്റിയിട്ട് നെസസറി എന്നൊരു വാക്ക് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. ദെൻ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ബ്രൗൺ പഠിക്കുന്നത് ഫുള്ള് എംപെറിക്കൽ അനാലിസിസാണ്. നമ്മൾ എംപെറിക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ എന്നാണ് അർത്ഥം. അതായത് അക്കങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കണക്കുകൾ ബോധിപ്പിക്കുക എന്ന് പറയാം. നമ്മൾ ചുമ്മാ ഇവിടുന്ന് വീട് മുതൽ ജംഗ്ഷൻ വരെ എത്ര ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാകും എന്ന് പറയാതെ ഇവിടുന്ന് ശരിക്കും ജംഗ്ഷൻ വരെ അളന്ന് കുറിച്ച് നോക്കി എത്ര ഉണ്ടെന്ന് കൃത്യമായി പറയുക. ഈ ഒരു കൈൻഡ് ഓഫ് ഐഡിയോളജി, അതായത് എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാക്കിയെടുത്ത് എല്ലാത്തിനെയും അളന്ന് നോക്കി കൃത്യമായി പറയുന്ന അവസ്ഥ, അതാണ് എംപെറിക്കൽ അനാലിസിസ്. അതാണ് ബ്രൗൺ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു എംപെറിക്കൽ അനാലിസിസ് ആണ് ആര് നടത്തുന്നത്? സൊസൈറ്റിയെ പറ്റിയുള്ള പഠനത്തിന് ബ്രൗൺ നടത്തുന്നത്. ഓക്കെ, കാരണം നേരത്തെ പറഞ്ഞു നെസസറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം എന്തുണ്ട്? കുറെ ഡൈവേഴ്സിറ്റി ഉണ്ടാവും. അതുകൊണ്ട് ചുമ്മാ ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഇതൊക്കെ എന്തിനുണ്ട്, ഇതിന്റെയൊക്കെ കാരണം എന്താണ്, ഇതൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യും, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ കോസ് എന്താണ് എന്നുള്ളത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ തന്നെ റാഡ്ക്ലിഫ് ബ്രൗണിന് ഫങ്ഷണലിസം എന്ന വാക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. മലിനോസ്കിയാണ് എന്ത് ചെയ്യുന്നത്? ഫങ്ഷണലിസം എന്നൊരു കൺസെപ്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഫങ്ഷണലിസം എന്ന കൺസെപ്റ്റ് ഓക്കെ, ആ ഒരു പദം ഫങ്ഷണലിസം എന്ന വാക്കിനോട് താല്പര്യം ആർക്കുണ്ടായിരുന്നില്ല? ബ്രൗണിന് ഉണ്ടായിരുന്നില്ല. മലിനോസ്കിയാണ് ആ കൺസെപ്റ്റ്, അങ്ങനെ ഫങ്ഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതും പിന്നീട് പഠനം നടത്തിയതും. അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഫങ്ഷണലിസം വേണ്ടാത്തത്? എന്തുകൊണ്ടാ? ഈ ഫങ്ഷണലിസം അല്ലെങ്കിൽ ഹിന്ദുയിസം എന്നൊക്കെ പറയുന്ന പോലെ ഇസം എന്ന് ISMS കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ അതൊരു ഐഡിയോളജിയോ സ്കൂൾ ഓഫ് തോട്ടോ ഫിലോസഫിയോ ഒപ്പീനിയനോ എന്തെങ്കിലുമൊക്കെ ആവണ്ടേ? അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ ഫങ്ഷണലിസത്തിന്റെ ISM പോലെ അവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്ന സാധനം അതൊരു ഐഡിയോളജി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിരിക്കണം, ഒരു സ്കൂൾ ഓഫ് തോട്ട്, നമ്മൾ ആ ചിന്താഗതി അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിധം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫിലോസഫി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ISM ആഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ റാഡ്ക്ലിഫ് ബ്രൗൺ ഫുൾ എംപെറിസിസം ആണ്, സയന്റിഫിക് അനാലിസിസ് ആണ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഫിലോസഫി ആണെന്നോ ചിന്താരീതിയാണെന്നോ ഐഡിയോളജി ആണെന്നോ പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞു? അതൊരു ഫിലോസഫിയോ സ്കൂൾ ഓഫ് തോട്ടോ ഐഡിയോളജിയോ ഒപ്പീനിയൻ ഒന്നും അല്ല, അതൊക്കെ ഒരു സയന്റിഫിക് സ്റ്റഡി ആണ്, അതൊരു എംപെറിക്കൽ അനാലിസിസ് ആണ്. അപ്പൊ അത് എന്താകുന്നില്ല? ഫങ്ഷണലിസം ആകുന്നില്ല. ഫങ്ഷണലിസം ISM കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ബ്രൗൺ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇതൊരു ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ്, ഒരു പഠന രീതിയാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റഡി നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ശരിക്കും ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു ഫിലോസഫി ആയിട്ട് മാറത്തില്ല. ഇതായിരുന്നു ബ്രൗണിന്റെ ഐഡിയ. കൂടാതെ ബ്രൗൺ എന്ത് ചെയ്യുന്നു?
നമ്മൾ നേരത്തെ സൊസൈറ്റിയും ഓർഗാനിസം രണ്ടും ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ബ്രൗൺ ഇതിന് രണ്ടായിട്ടേ കാണത്തുള്ളൂ. ഓർഗാനിസം സൊസൈറ്റിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേറെ വേറെയാണ് ആര് പഠിച്ചത്? ബ്രൗൺ പഠിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഓർഗാനിസം മരിക്കും, ഏതൊരു ഓർഗാനിസം ഏതൊരു ജീവിയാണെങ്കിലും എന്ത് ചെയ്യും? മരിച്ചു പോകും. പക്ഷെ ആ ഒരു മരണം ആർക്കുണ്ടാകുന്നില്ല? സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഉണ്ടാകത്തില്ല. സൊസൈറ്റി എന്ത് ചെയ്യും? നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഇവോൾവ് ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടായി എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പർട്ടിക്കുലർ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ മാക്സിമം 100 years വരെ ജീവിക്കും, മരിക്കും. അങ്ങനെയല്ല എന്ത്? സമൂഹം, സൊസൈറ്റി എന്ന് പറഞ്ഞ സാധനം. അതിന് കാലാനുസൃതമായ മാറ്റം, ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് അത് കണ്ടിന്യൂസ് ആയി കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു ഓർഗാനിസത്തിനെ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്കതിനെ പഠിക്കാം. എങ്ങനെ പഠിക്കാം? അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ട് സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് പഠിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം അതിൻ്റെ ഫങ്ഷനിങ് നിർത്തിയാൽ പോലും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ എന്തിൻ്റെ കേസ്? സൊസൈറ്റിയുടെ കേസ് അങ്ങനെ അല്ല. എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഇന്റർ റിലേറ്റഡ് ആയ ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ പ്രവർത്തനം നിലച്ചാൽ, നിന്ന് പോയാൽ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യും? അതിൻ്റെ ഫങ്ഷൻ നിന്ന് പോവും, അതെന്ത് ചെയ്യും? ഇല്ലാതാകും. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇതാണ് ആര് പറഞ്ഞത്? ബ്രൗണിന്റെ വാദം. ഓക്കെ. അതുകൊണ്ട് എന്താ ഈ സൊസൈറ്റി എന്ന് പറഞ്ഞ സാധനത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏലിയനബിൾ അല്ല, മാറ്റി നിർത്താൻ പറ്റുന്നവയല്ല. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഐഡിയനെ നമ്മൾ വിളിക്കുന്നത്. അത് ഫങ്ഷണൽ മാത്രമല്ല, അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അതിന്റെ ഫങ്ഷൻ മാറും. സോ അദ്ദേഹത്തിന്റെ വർക്ക്, അദ്ദേഹത്തിന്റെ അപ്രോച്ചിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് വിളിക്കാം. ഇനി റാഡ്ക്ലിഫ് ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിൽ അദ്ദേഹത്തിന്റെ മെയിൻ അസംഷൻസ്, അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് നെസസറി കണ്ടീഷൻ ഫോർ സർവൈവൽ ഓഫ് എ സൊസൈറ്റി ഇസ് മിനിമൽ ഇന്റഗ്രേഷൻ ഓഫ് ഇറ്റ്സ് പാർട്സ്. ഒന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന് ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിൽ അദ്ദേഹം മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയകൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിലുള്ള എല്ലാ പാർട്സിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ചെറിയ തരത്തിലുള്ളെങ്കിലുള്ള ഇന്റഗ്രേഷൻ, ഇന്റർ ഡിപ്പെൻഡൻസി കാണാൻ പറ്റും. ഓക്കെ. പിന്നീട് ബ്രൗൺ പറഞ്ഞത് 3 അദ്ദേഹം തന്നേക്കുന്ന ഐഡിയ. ഓക്കെ. രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അതിൻ്റെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോളിഡാരിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഉണ്ടാകാൻ കാരണമായി മാറുന്നു. എല്ലാവർക്കും എന്തോ ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷനുകളെല്ലാം ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ യൂണിറ്റി, സോളിഡാരിറ്റി ഉണ്ടാകാൻ സഹായിക്കുന്നു. മൂന്നാമത്, ഓരോ സൊസൈറ്റി എടുക്കുമ്പോഴും അതിലുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. സെയിം ഐഡിയ തന്നെയാണ്, ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാത്തിനും ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോളിഡാരിറ്റി പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ മെയിൻ്റനൻസിന് സഹായിക്കും. ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. കുറേ പാർട്സ് ഉണ്ട്, കുറേ പാർട്സ് എന്ത് ചെയ്യും? എന്തൊക്കെയോ ഫംഗ്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഫംഗ്ഷനുകൾ സോളിഡാരിറ്റി, ഇന്റഗ്രിറ്റി എന്തെങ്കിലുമൊക്കെ ആവാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ആ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസിന് സഹായിക്കുന്നു. ഇതായിരുന്നു ബ്രൗണിന്റെ ഐഡിയ. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞു ഡർഖെയിമിന്റെ മെയിൻ കൺസെപ്റ്റ് എന്താണ്? സോളിഡാരിറ്റി അല്ലെങ്കിൽ യൂണിറ്റി ആണ്. അതേസമയം ബ്രൗണിന് ഇതെന്തായിരുന്നു? സ്ട്രക്ചറൽ കണ്ടിന്യൂറ്റി ആണ്. നേരത്തെ എന്താ പറഞ്ഞത്? ഡർഖെയിം എന്ത് നോക്കിയാലും ഏതൊരു കൺസെപ്റ്റും എന്തൊക്കെയോ ഫംഗ്ഷൻ ചെയ്യുന്നു. ആ ഏത് ഫംഗ്ഷൻ ആണെന്നാ ഡർഖെയിം പറഞ്ഞത്? സോളിഡാരിറ്റി ആണ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ആണെന്നാണ് ഡർഖെയിം പറഞ്ഞത്. ഇവിടെ ബ്രൗൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഐഡിയ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് സോളിഡാരിറ്റി അല്ല, അതിന് പുറമെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂറ്റി ആണ്. ഒന്നിച്ചു നിൽക്കലല്ല, തുടർച്ചയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പർട്ടിക്കുലർ, നേരത്തെ പറഞ്ഞല്ലോ, സൊസൈറ്റി എടുക്കുന്നു, സൊസൈറ്റി എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പൊക്കോണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ഫങ്ഷണലിസം എന്നാണ് ബ്രൗൺ പറയുന്നത്. അതേപോലെ ലീനിയേജ് സിസ്റ്റം ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാലോ, നമ്മൾ ഫാമിലി ലീനിയേജ് എടുക്കുമ്പോൾ എന്താണ്? അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ, പിന്നെ നിങ്ങളുടെ കുട്ടികൾ. അപ്പൊ ഈ ഒരു ലീനിയേജ് സിസ്റ്റം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഇവിടെ എന്താണ്? സോളിഡാരിറ്റിക്ക് പുറമെ ആ ഒരു കണ്ടിന്യൂറ്റി കാണിക്കാനാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്. നെക്സ്റ്റ് ഓർത്താൽ മതി നിങ്ങൾ.
നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. ഇപ്പോൾ റാറ്റ്ക്ലിഫ് ബ്രൗണിന്റെ വർക്ക് എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നമുക്ക് യൂണിറ്റ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി കാണാൻ പറ്റും. അതിനെയാണ് അദ്ദേഹം ഒരു ഹൈപ്പോത്തസിസ് ആയി കണക്കാക്കിയേക്കുന്നത്. സോഷ്യൽ സംഭവങ്ങളെല്ലാം സെയിം തന്നെ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സൊസൈറ്റിയുടെ എന്ത് ചെയ്യുന്നു, തുടർച്ചയ്ക്ക് സഹായിക്കുന്നു. എല്ലാ സൊസൈറ്റികൾക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ ബ്രൗൺ മെയിനായിട്ട് കണക്കാക്കുന്നത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഹെൽത്തും സോഷ്യൽ ഇൽനെസ്സുമാണ്. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ സൊസൈറ്റി എടുത്ത് പഠിക്കുകയാണ്, ആ സൊസൈറ്റിക്ക് ചേഞ്ച് ഇല്ല, ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്, നമുക്ക് സോഷ്യൽ ഹെൽത്തും അനലൈസ് ചെയ്യാം, സോഷ്യൽ ഇൽനെസ്സും അനലൈസ് ചെയ്യാം. സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂനോമിയയാണ്. സോഷ്യൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഡിസ്നോമിയയാണ്. ഇത് രണ്ടും രണ്ട് എൻഡാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ നിന്ന് ഒരു ചേഞ്ച്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ആ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കണ്ടിന്യൂസിനെ സഹായിക്കുന്നത്. നെക്സ്റ്റ് മലിനോസ്കിയുടെ ഫംഗ്ഷണലിസം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ വർക്ക് തന്നെ വീണ്ടും വീണ്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. നിങ്ങൾ എത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ മെയിൻ പോയിന്റ്സുകൾ പഠിക്കുക. നെക്സ്റ്റ് മലിനോസ്കിയുടെ വർക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ റാറ്റ്ക്ലിഫ് ബ്രൗണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മലിനോസ്കി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു സെപ്പറേറ്റ് സ്കൂൾ ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്, മലിനോസ്കി. അദ്ദേഹം അതിനെ ഫങ്ഷണൽ സ്കൂൾ എന്ന് വിളിച്ചു. എന്താണ് പറഞ്ഞത്, മലിനോസ്കി ഒരു സെപ്പറേറ്റ് സ്കൂൾ ഡെവലപ്പ് ചെയ്തു, അതിന്റെ പേരാണ് ഫങ്ഷണൽ സ്കൂൾ. അപ്പൊ മലിനോസ്കി പറയാണ്, അദ്ദേഹം പറഞ്ഞ എന്താണ്, എല്ലാ സൊസൈറ്റി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ അദ്ദേഹം ഇവിടെ സിവിലൈസേഷൻ, നമ്മൾ നേരത്തെ കൾച്ചറായിട്ട് കണക്കാക്കിയില്ലേ, അതേപോലെ ഇവിടെ നമ്മൾ അതിനെ സിവിലൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ എല്ലായിടത്തും എന്ത് കാണാം, കസ്റ്റം, മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ഐഡിയ, ബിലീഫ് എന്നിവയെല്ലാം കാണാം. ഇതിനെല്ലാം കുറെ ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷനെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അക്കംപ്ലിഷ് ചെയ്യണം, നമ്മൾ നേടിയെടുക്കണം. കാരണം ഇതെല്ലാം എന്താണ്, ആ സൊസൈറ്റിയുടെ വർക്കിങ്ങിൽ നിന്ന് ഇൻഡിസ്പെൻസിബിൾ ആണ്, അതായത് മാറ്റി നിർത്താൻ, ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. മനസ്സിലായോ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ് സംഭവം. ഇത്രേ ഉള്ളൂ. മലിനോസ്കിയും ബ്രൗണും തമ്മിലുള്ള വ്യത്യാസം, മലിനോസ്കിയിൽ ബ്രൗണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലിനോസ്കി എന്ത് ചെയ്യും, അദ്ദേഹം നേരത്തെ പറഞ്ഞു റാറ്റ്ക്ലിഫ് ബ്രൗൺ ഇതെല്ലാം എന്താ ഒരു സയന്റിഫിക് രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം ഒരു ഐഡിയോളജി അല്ല, ഒരു ഫിലോസഫി അല്ല, സ്കൂൾ ഓഫ് തോട്ട് അല്ല എന്ന് റാറ്റ്ക്ലിഫ് ബ്രൗൺ പറയും. മലിനോസ്കി നേരെ തിരിച്ചത് അതിനൊരു സ്കൂൾ ഓഫ് തോട്ട് ആക്കിക്കൊണ്ട് ഒരു സ്കൂൾ തന്നെ ഡെവലപ്പ് ചെയ്യും. അതാണ് ഫങ്ഷണൽ സ്കൂൾ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ സിവിലൈസേഷൻ അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിക്കകത്തും കുറെ കസ്റ്റംസോ മെറ്റീരിയൽ ഒബ്ജക്റ്റോ ബിലീഫോ ഐഡിയയോ എന്തൊക്കെയോ ഉണ്ട്, ഇതിനെല്ലാം കുറെ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനും അതിന്റെ ആ സാധനം അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇത്രയുമാണ് ആര് പറഞ്ഞത്, മലിനോസ്കി പറഞ്ഞത്. അപ്പം റാറ്റ്ക്ലിഫ് ബ്രൗൺ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പഠനം തുടങ്ങുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്, കുറെ നെസസറി കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് ആര് പറഞ്ഞത്, ബ്രൗൺ പറഞ്ഞത്. പക്ഷെ മലിനോസ്കിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു വലിയ ബ്രോഡർ ലെവലിൽ നിന്നല്ല. ബ്രൗൺ എന്ത് ചെയ്തു, ഒരു ബ്രോഡർ ലെവലായ സൊസൈറ്റിയിൽ നിന്ന് തിരിച്ചു വന്നു. ഇവിടെ നേരെ തിരിച്ച, മലിനോസ്കി ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയിട്ട് ബ്രോഡർ ലെവലിലേക്ക് പോവുക. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പഠിച്ചേക്കുന്നത്. ബ്രൗൺ ഒരു സൊസൈറ്റി എടുത്തിട്ട് ഇങ്ങോട്ട് പഠിക്കുന്നു, മലിനോസ്കി ഇൻഡിവിജ്വലിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ ലെവലിലേക്ക് ബ്രോഡർ ലെവലിലേക്ക് പഠിക്കുന്നു. ഇതായിരുന്നു രണ്ടുപേരുടെയും വ്യത്യാസം. ഇവിടെ അദ്ദേഹം ഒരു ഇൻഡിവിജ്വലിനെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡി ഓഫ് സബ്ജക്ട് അല്ലെങ്കിൽ മാറ്റർ ആയിട്ട് എടുക്കുന്നത്, ഒരു പർട്ടിക്കുലർ വ്യക്തിനെ ആയിരിക്കും. അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് കുറെ ബേസിക് ആയ കുറെ നീഡ്സ് ഉണ്ടായിരിക്കും. ഇത് എവിടെയാണ് ഈ നീഡ്സ് എല്ലാം സർവൈവ് അല്ലെങ്കിൽ നീഡ്സ് എല്ലാം അക്കംപ്ലിഷ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, അയാൾ ജീവിക്കുന്ന എവിടെയാണോ അവിടെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറെ സർവൈവലിന് കുറെ എന്തൊക്കെയോ അക്കംപ്ലിഷ് ചെയ്യാനുണ്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത് അദ്ദേഹം സർവൈവ് ചെയ്യുന്ന സൊസൈറ്റിക്കകത്തായിരിക്കും. അതിനെയെല്ലാം നമുക്ക് സൈക്കോളജിക്കൽ ഫങ്ഷണലിസം എന്ന് വിളിക്കാം. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഇൻഡിവിജ്വൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ബേസിക് നീഡ്സ് അല്ലേ, എനിക്ക് ഒരു ഫുഡ് വേണം, എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് താമസിക്കാൻ സ്ഥലം വേണം, എനിക്ക് എന്നെ നോക്കുന്ന പാരൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലി തരുന്ന ഒരു കമ്പനി ഉണ്ടാവും. ഇങ്ങനെ കുറെ ബേസിക് നീഡ്സ് എനിക്കുണ്ട്. ഈ ബേസിക് നീഡ്സ് എല്ലാം സർവൈവൽ അല്ലെങ്കിൽ എൻ്റെ സർവൈവലിനെ ബാധിക്കുന്നവയായിരിക്കും. ഇത് എല്ലാം ഞാൻ എവിടെയാണ് അക്കംപ്ലിഷ് ചെയ്യപ്പെടുന്നത്, ഞാൻ താമസിക്കുന്ന സൊസൈറ്റിക്കകത്തായിരിക്കും. മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ബ്രോഡർ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിനെയാണ്, ഇത് എൻ്റെ പർട്ടിക്കുലർ ഫംഗ്ഷനുകളെയാണ് സൈക്കോളജിക്കൽ ഫങ്ഷണലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, മലിനോസ്കിയുടെ വർക്ക് പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് ആയതുകൊണ്ട് അത് സൈക്കോളജിക്കൽ ഫങ്ഷണലിസം ആണെങ്കിൽ
ബ്രൗണിന്റെ വർക്ക് സൊസൈറ്റിയെ ബേസ് ചെയ്തായതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സോഷ്യോളജിക്കൽ ഫങ്ഷണലിസം എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. ഇനി മെലനോസ്കിയുടെ വർക്ക് മെയിൻ ആയിട്ട് 3 ലെവലിൽ നമുക്ക് വേറെ വേറെ തിരിച്ചു പറയാൻ പറ്റും. ഒന്നാമത്തത് ബയോളജിക്കൽ, 2 സോഷ്യൽ സ്ട്രക്ചറൽ, 3 സിംബോളിക്. 3 ലെവലിലായിട്ടാണ് പഠിക്കുന്നത്. ഇനി ഓരോ ലെവലിനും ഓരോരോ നീഡുണ്ട്. ബയോളജിക്കലി എനിക്ക് കുറെ നീഡ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് കുറെ നീഡ്സ് ഉണ്ടായിരിക്കും. സിംബോളിക്കൽ സ്ട്രക്ചറിൽ എടുക്കുമ്പോൾ ആ ലെവലിൽ കുറെ നീഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ലെവലിനും കുറെ നീഡുകൾ അല്ലെങ്കിൽ കുറെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നിറവേറ്റാനുണ്ട്. ഈ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ സർവൈവലിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ജീവനെ തന്നെ ബാധിക്കുന്ന ഘടകങ്ങളായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയുടെ പല പാർട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആസ് എ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റെ നീഡ്, അപ്പോൾ എൻ്റെ ഒരു റിലീജിയസ് നീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു റിലീജിയനിൽ പെട്ട ആളായിരിക്കാം. അപ്പോൾ ആ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസമോ ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ ഇസ്ലാമിസമോ ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു അപ്പം ഇതൊക്കെയല്ല എന്താ? ഇതൊക്കെ ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഏതൊക്കെയോ ഓർഗനൈസേഷൻസോ ആയിട്ട് മാറും. അപ്പം എന്താണ് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ നീഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർഡിപ്പെൻഡന്റ് ആയിട്ട് എവിടെയാ പോകുന്നേ? ആ പർട്ടിക്കുലർ സൊസൈറ്റിക്കകത്തുള്ള ഏതൊക്കെയോ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അസോസിയേഷൻസ്, അതായത് സൊസൈറ്റിയുടെ പാർട്ടായിട്ട് മാറുകയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ 3 ലെവലിനെ നമുക്ക് ഹയറാർക്കിയലി അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഏറ്റവും താഴെ അറ്റ് ദ ബോട്ടം ഇറ്റ് ഈസ് ബയോളജിക്കൽ സിസ്റ്റം, ഇൻഡിവിജ്വൽ. താഴേന്ന് മുകളിലോട്ടല്ലേ മെലനോസ്കി പൊക്കോണ്ടിരുന്നത്. അപ്പം വ്യക്തിയിൽ നിന്നും ഇൻഡിവിജ്വൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്രോഡർ ലെവലിലേക്ക് ബയോളജിക്കൽ സിസ്റ്റം, സോഷ്യൽ സ്ട്രക്ചറൽ സിസ്റ്റം, സിംബോളിക് സിസ്റ്റം. ഹയറാർക്കിയിലെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും താഴത്തെ ലെവലിൽ എന്ത് വരും? ബയോളജിക് സിസ്റ്റം വരും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതുമ്പോൾ ചുമ്മാ ആരോ ഇട്ടിട്ട് ബയോളജിക്കൽ സിസ്റ്റം, ഏറ്റവും താഴെ ബയോളജിക്കൽ സിസ്റ്റം, മുകളിലോട്ട് ആരോ ഇട്ട് എൻ്റെ മുകളിൽ സോഷ്യൽ സ്ട്രക്ചറൽ സിസ്റ്റം, അതിൻ്റെ മുകളിൽ സിംബോളിക് സിസ്റ്റം, ഇങ്ങനെയൊക്കെ ചുമ്മാ എഴുതി വെക്കാം. അപ്പോൾ ഓരോ ലെവലിലും നീഡ്സ് ഉണ്ട്. അതെല്ലാം ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ സർവൈവലിനെ ബാധിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഫുൾഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഒരു ബയോളജിക്കൽ ലെവൽ എടുക്കുമ്പം അയാളുടെ മോസ്റ്റ് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തോ ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ ജീവിതം നിലനിർത്തുകയാവാം, അല്ലെങ്കിൽ എൻ്റെ ഫുഡ് എന്നുള്ളതാവാം, എൻ്റെ പ്രോജനിയുടെ പ്രൊപ്പഗേഷൻ, അതായത് എനിക്ക് കുട്ടികൾ ഉണ്ടാകുക, അല്ല എൻ്റെ ഫാമിലി കണ്ടിന്യൂസ് ആയി പോവുക, എനിക്ക് പിന്നീട് ഒരു തലമുറ ഉണ്ടാകുക, അതും ആകാം. എങ്ങനെ വേണമെങ്കിൽ എന്താവാം? എൻ്റെ ബയോളജിക്കൽ നീഡാവാം. ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ എനി കൈൻഡ് ഓഫ് റിഡക്ഷനിസം, അതായത് എന്നിലേക്ക് ഒതുങ്ങുക അല്ലെങ്കിൽ എന്നിൽ മാത്രമായി മാറുക എന്നുള്ളതല്ല. ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫർദർ ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ നിന്നുള്ള ഗ്രോത്ത് ആണ് അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഹോൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത്രയൊക്കെയുള്ള സംഭവം നിങ്ങൾ മെയിൻ ആയിട്ട് അതിന്റെ ഒരു ക്രക്സ് ഇതാണ്, നിങ്ങൾ അത്ര ഓർത്തിരിക്കാം. ഓക്കെ. ഇനിയും മലനോസ്കി മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഇതിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ കൾച്ചർ ആയിരുന്നു. നമ്മൾ സിവിലൈസേഷൻ അല്ലെങ്കിൽ കൾച്ചർ തന്നെയാണ് മലനോസ്കിയും പഠിക്കുന്നത്. മലനോസ്കിയുടെ അപ്രോച്ചിന്റെ മെയിൻ ക്രക്സ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞത് കൾച്ചർ ആയിരുന്നു. കെർണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയ്ക്കകത്തിരിക്കുന്ന വെള്ള അതുണ്ടല്ലോ, നമ്മൾ തിരിഞ്ഞെടുക്കുന്ന സാധനം, അതാണ് കെർണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉൾക്കാമ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ കൾച്ചർ ആയിരുന്നു. ആരുടെ പഠനം? മലനോസ്കിയുടെ പഠനം. ഇറ്റ് ഈസ് യുണീക്ലി ഹ്യൂമൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം കൾച്ചർ എടുക്കുന്നത്? മനുഷ്യനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കൾച്ചറിനാണ്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് അവിടെ അദ്ദേഹം മെറ്റീരിയൽ തിങ്സും ആ കൾച്ചറിനെ പറ്റി പഠിക്കുമ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങളും പഠിക്കുന്നു. അവിടെ മെറ്റീരിയൽ എന്നോ നോൺ മെറ്റീരിയൽ എന്നോ ഒരു വ്യത്യാസമില്ല. ഹ്യൂമൻ ബീങ്സിന് സർവൈവലിനെ സഹായിക്കുന്ന എല്ലാ വസ്തുക്കളെയും പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് സിമിയൻ ആൻസിസ്റ്റേഴ്സിനെ പറ്റി, അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു, അവരെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവരുടെ ബയോളജിക്കൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്തൊക്കെയാണ്, എന്ത് പഠനം നടത്തിയത് ഈ മനുഷ്യന്മാരെ പഠിച്ചിട്ടാണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങളതൊന്നും അത്രയൊന്നും ഡെപ്തിലൊന്നും അറിഞ്ഞില്ലെങ്കിലും മലനോസ്കിയുടെ അപ്രോച്ച് എന്താണ്, മലനോസ്കി എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാം. എന്തുകൊണ്ട് കൾച്ചർ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു യുണീക്ലി ഹ്യൂമൻ ആയിട്ട് എന്തുകൊണ്ട് അത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ആ ബയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഹ്യൂമൻ നീഡ്സാ. അവിടെ എന്താണ്? അതൊരു നീഡ് സെർവിങ്, നീഡ് ഫുൾഫില്ലിംഗ് സിസ്റ്റം ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പം എൻ്റെ ബയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എനിക്ക് നേടാനില്ലേ, അതൊക്കെ ഇവിടെ എന്തൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അക്കംപ്ലിഷ് ചെയ്യാനുണ്ട്.
അപ്പോൾ എന്തൊക്കെയോ നീഡുകൾ സെർവ് ചെയ്യപ്പെടാനുണ്ട്, നീഡുകൾ നിറവേറ്റാനുണ്ട്. എന്ത് ചെയ്യണം, അതെല്ലാം ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഒരു നീഡ് സെർവിങ്, നീഡ് ഫുൾഫില്ലിംഗ് സിസ്റ്റമാണ് ബയോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്നാണ് ആര് പറയുന്നത്, മെലനോസ്കി പറയുന്നത്. കാരണം അവിടെ കൾച്ചർ പ്ലേ ചെയ്യുന്ന റോള് ഈ ബയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് മെലനോസ്കിയുടെ ഫംഗ്ഷണലിസത്തിനെ ബയോകൾച്ചറൽ ഫംഗ്ഷണലിസം എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ബയോകൾച്ചറൽ ഫംഗ്ഷണലിസം എന്ന് വിളിക്കാം. ഇനി റാഡ്ക്ലിഫ് ബ്രൗണും മെലനോസ്കിയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, നോട്ടഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിഫറൻസ് എന്താ ചോദിച്ചാൽ, മെലനോസ്കിയുടെ കൺസെപ്റ്റിന്റെ ഫണ്ടമെന്റൽ ഐഡിയ എന്ന് പറയുന്നത് കൾച്ചർ ആയിരുന്നു. ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആണ്. അവിടെ ഇറ്റ്സ് എ മിയർ എപ്പിഫിനോമിന ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. റാഡ്ക്ലിഫ് ബ്രൗണിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ ബ്രൗണിന്റെ ഐഡിയ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്കും സൊസൈറ്റി അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു ആണേ. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്, മെലനോസ്കിയുടെ ബേസിക് കൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ കർണൽ, അദ്ദേഹത്തിന്റെ സ്റ്റഡിയുടെ കർണൽ എന്ന് പറയുന്നത് കൾച്ചറാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, അത് തന്നെയാണ് ഇവിടെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് മാറുന്നത്. സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചർ എന്ന് ബ്രൗൺ പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ പഠനത്തിൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു എപ്പിഫിനോമിനയാണ്, ഒരു പുറമേ ഉള്ളൊരു സൂപ്പർഫിഷ്യൽ പഠനം മാത്രമാണ് ബ്രൗണിന്. മെലനോസ്കിക്ക് പക്ഷെ അത് ഇൻ ഡെപ്തിലാണ്, അതിന്റെ ഉള്ളിലാണ് ആര് പഠിക്കുന്നത്, മെലനോസ്കി പഠിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചറിന്റെ സ്റ്റഡി, സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള പഠനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടും, കൾച്ചർ ഉൾപ്പെടും. അവിടെ എന്ത് ചെയ്യണ്ട, അതുകൊണ്ട് കൾച്ചറിനെ വേറൊരു ഫീൽഡായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ട് കൾച്ചറിനെ പറ്റി പഠിക്കണ്ട. എന്തിനകത്ത് വരും, സൊസൈറ്റിക്കകത്ത് വരും കൾച്ചർ. അതുകൊണ്ട് ബ്രൗൺ പറയുന്ന പോലെ ഒരു പുറമേ ഉള്ളൊരു വെറുതെ ഒരു ചുമ്മാ പഠിച്ചു വെക്കലല്ല, നമ്മൾ ഡെപ്തിൽ പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ കൾച്ചറിനെ ഒരു സെപ്പറേറ്റ് ഫീൽഡായിട്ട് എടുത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി സോഷ്യൽ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഓരോ വ്യക്തികൾ വരുന്നുണ്ട്, കൾച്ചർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റി നിർത്താനോ അതൊരു അമനബിൾ ആയ കൺസെപ്റ്റ് അല്ല, നമുക്ക് മാറ്റിയെടുത്ത് വെക്കാനോ ഉള്ള കൺസെപ്റ്റ് അല്ല എന്നാണ് മെലനോസ്കി പറയുന്നത്. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാഡ്ക്ലിഫ് ബ്രൗണിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഈ ആന്ത്രോപോളജിയെ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആക്കി മാറ്റണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബ്രൗൺ ആർക്കാണ്, മെലനോസ്കി എന്താണ്, അത് ആർട്സിന്റെ ഭാഗമായി തന്നെ ഇരുന്നോട്ടെ എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. വ്യത്യാസം അതെ, വേറൊരു ഡിഫറൻസ് അതാണ്. എന്ന് പറഞ്ഞാൽ ബ്രൗണിനെ നേരത്തെ പറഞ്ഞില്ലേ ഫുൾ സയന്റിഫിക് അനാലിസിസ് ആണ്, മൊത്തം എംപെറിക്കലി അനലൈസ് ചെയ്ത വ്യക്തിയാണ് ബ്രൗൺ. അപ്പൊ ബ്രൗൺ പറഞ്ഞ എന്താണ്, ആന്ത്രോപോളജി ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആണ്. ഇപ്പൊ പറയുന്ന പോലെ BA ആന്ത്രോപോളജി അല്ലെങ്കിൽ MA ആന്ത്രോപോളജി അല്ല, അത് BSc ആന്ത്രോപോളജിയോ MSc ആന്ത്രോപോളജിയോ ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് എന്നാണ് ആര് പറഞ്ഞത്, ബ്രൗൺ പറയുന്നത്. അതായിരുന്നു വേറൊരു ഡിഫറൻസ്. കാരണം എന്താ, നമുക്ക് എംപെറിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് ആന്ത്രോപോളജി, പിന്നെ എന്തിനാ നിങ്ങൾ ആർട്സ് ആയിട്ട് പഠിക്കുന്നത്? അതായിരുന്നു ആരുടെ ചോദ്യം, ബ്രൗണിന്റെ ചോദ്യം. ഇനി സെയിം കൺസെപ്റ്റ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞേക്കുവാണ്. ബ്രൗണും മെലനോസ്കിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മെലനോസ്കിയുടെ അപ്രോച്ചിനെ ഇറ്റ്സ് എ തിയറി ഓഫ് വൈറ്റൽ സീക്വൻസസ് എന്ന് വിളിക്കാം, തിയറി ഓഫ് വൈറ്റൽ സീക്വൻസസ് എന്ന് വിളിക്കാം. അവിടെ ഒരു ബയോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, ബയോളജിക്കൽ സിസ്റ്റം ഉണ്ട്, ആ സൊസൈറ്റിയിലുള്ള എല്ലാ സാധനങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്, ഇൻകോർപ്പറേറ്റഡ് ആണ്. എവിടെ, മെലനോസ്കിയുടെ ഐഡിയയിൽ. ഇവിടെ ഈ ഒരു സീക്വൻസിന്, അതായത് അദ്ദേഹം പറഞ്ഞില്ലേ വൈറ്റൽ സീക്വൻസസ്, ഇമ്പോർട്ടൻ്റ് ആയ കുറെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു നിര, ഒരു സീക്വൻസ്. അതിനകത്ത് അദ്ദേഹം മെയിൻ ആയിട്ട് 11 എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് സീക്വൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ സീക്വൻസിനും ഒരു ഇമ്പൾസും അതിൻ്റെതായ ഒരു റെസ്പോൺസും ഉണ്ടായിരിക്കും. ഒരു സാധനം ഒരു പർട്ടിക്കുലർ സീക്വൻസിനകത്ത് ഉൾപ്പെടുത്തിയ ഒരു പർട്ടിക്കുലർ ഇംവൈറ്റൽ ആയ ഒരു സാധനം, ആ പർട്ടിക്കുലർ കൺസെപ്റ്റിന് അതിൻ്റെതായ ഒരു ഇമ്പൾസും അതിനൊരു റെസ്പോൺസും ഉണ്ടായിരിക്കും. അങ്ങനെ 11 കൺസെപ്റ്റ് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്, മെലനോസ്കി പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ, ഇമ്പൾസ് ഓഫ് somnolence accomplishes the act of sleep resulting in satisfaction by awakening with a restored energy. ഇത്രയുള്ള സംഭവം. അതായത് നിങ്ങൾക്ക് എല്ലാം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു സോംനോളൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയാമോ, നമ്മളൊരു കോൺഷ്യസ്നെസ് അല്ല, അൺകോൺഷ്യസ് അല്ല, ആ ഒരു ഇടയ്ക്കുള്ള സ്റ്റേജ്. നിങ്ങൾ അതായത് ബോധം ഉണ്ട്, ബോധമില്ലായ്മയിലേക്ക് നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്, അതിന് ഇടയ്ക്കുള്ള അവസ്ഥ, അതാണ് സോംനോളൻസ്. അപ്പൊ ആ സോംനോളൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ ഉറങ്ങിപ്പോവും.
ഉറങ്ങിയ ആ ഒരു ഇമ്പൾസ് ആണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഇമ്പൾസ് ആണ് സംനോളൻസ്. അപ്പൊ അതിന്റെ നിങ്ങൾ കൊടുക്കുന്ന ആക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സ്ലീപ്പ് എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾ ഉറക്കം എണീച്ച് അല്ലെങ്കിൽ ഉറക്കം ഉണരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയ എനർജി കിട്ടുന്നു. മനസ്സിലായോ? സോംനോളൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിന്റെ ഇമ്പൾസ്, അതിന്റെ ഒരു ആക്ഷൻ ആണ് സ്ലീപ്പ്, അതിന്റെ റിസൾട്ട് ആണ് എവേക്കനിങ് വിത്ത് റീസ്റ്റോർഡ് എനർജി. കുറെ നേരം ഇരുന്ന് പഠിച്ചു, ഇനി പഠിക്കാൻ വയ്യാത്തൊരവസ്ഥ, നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോകും. ഉറങ്ങി എണീക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഴയ എനർജി തിരിച്ചു വരുന്നു, വീണ്ടും പഠിക്കാൻ പറ്റുന്നു. ഇതാണ് കൺസെപ്റ്റ്. അപ്പം ഇതിനെ നമ്മൾ 11 ഫോൾഡ് പാരഡിം എന്ന് വിളിക്കും. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 7 ബയോളജിക്കൽ നീഡ്സ് ആണ്, ബേസിക് ആയ 7 ബയോളജിക്കൽ നീഡ്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിനെല്ലാം പറ്റിയ കൾച്ചറൽ റെസ്പോൺസ് കൂടെ ചേർത്ത് ബേസിക് ആയ 7 സാധനങ്ങളാണ് ആര് ഉൾപ്പെടുത്തിയേക്കുന്നത്, മെലനോസ്കി ഉൾപ്പെടുത്തിയേക്കുന്നത്. ആ 7 സാധനങ്ങൾ എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ മെറ്റബോളിസം, അതിന്റെ കൾച്ചറൽ റെസ്പോൺസ് ആണ് കമ്മീഷറേറ്റ്. കമ്മീഷറേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം മെറ്റബോളിസം നടക്കുന്ന, കമ്മീഷറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണ്, ഒരു ആർമറി എന്ന് പറയത്തില്ലേ, നമ്മുടെ ഈ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന സ്ഥലത്തിനെയാണ് കമ്മീഷറിയേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെറ്റബോളിസത്തിന്റെ കൾച്ചറൽ റെസ്പോൺസ് കമ്മീഷറിയേറ്റ് ആണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, ഫുഡ് സേവ് ചെയ്യുന്നു, അത് മെറ്റബോളൈസ് ചെയ്ത് നിങ്ങൾക്ക് എനർജി കിട്ടുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുന്നു, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കിൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. കുട്ടികൾ ഉണ്ടാവുന്നു, അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ, അപ്പൂപ്പൻ അമ്മൂമ്മ എന്നുള്ളൊരു കിൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ബോഡിലി കംഫർട്ട്, നമ്മൾ ബോഡി കംഫർട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, ഷെൽട്ടർ വേണം. അതൊരു കൾച്ചറൽ റെസ്പോൺസ് ആണ്. എനിക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ എനിക്ക് വീട് വേണം. അടുത്തത് എൻ്റെ സേഫ്റ്റി നോക്കണമെങ്കിൽ എനിക്ക് ഇവിടെ എന്തുണ്ടാവണം, അവിടെ എൻ്റെ സേഫ്റ്റി നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. നെക്സ്റ്റ്, ഞാനൊരു മൂവ്മെന്റ് നടത്തുകയാണ്, ഞാനൊരു മൂവ്മെന്റ് നടത്തി, അപ്പൊ എന്തൊക്കെയോ ആക്ടിവിറ്റികൾ ചെയ്യപ്പെടണം. എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയാണ്, ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് അതിൻ്റെതായ ട്രെയിനിങ് കിട്ടണം. എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഞാൻ അതിന് ഹൈജീൻ കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും എന്ന് പറയുന്നത് 7 ബേസിക് കൺസെപ്റ്റ്. നേരത്തെ പറഞ്ഞ ആ 11 പാരഡിം ആണ് നമ്മൾ 7 ബേസിക് കൺസെപ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 7 ബേസിക് കൺസെപ്റ്റും അതിന്റെ കൾച്ചറൽ റെസ്പോൺസുമാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് വീണ്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ആ സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റോബർട്ട് കെ മെർട്ടനും പാർസണും ഫങ്ഷണലിസത്തിന് കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഒരു 1975 പാർസന്റെ ഒരു അദ്ദേഹം ഫങ്ഷണലിസത്തിനെ പറ്റി ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യും. അതിൽ അദ്ദേഹം പാർസന്റെ സ്റ്റുഡന്റ് ആണ് ശരിക്കും റോബർട്ട് കെ മെർട്ടൻ. രണ്ടുപേരെയും കൂടെ സ്വയം പാർസൺ വിളിക്കുന്ന പേര് ആർച്ച് ഫങ്ഷണലിസ്റ്റുകൾ എന്നാണ്. എന്താണ്, ഞാൻ എന്നെ വിളിക്കുന്ന പേര് വിമൽ കുമാർ ആണ് എന്ന് പറയുന്നത് പോലെ പാർസണും മെർട്ടനും രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തു. അവരെ സ്വയം പാർസൺ വിളിക്കുന്ന പേരാണ് ആർച്ച് ഫങ്ഷണലിസ്റ്റുകൾ. അപ്പൊ അവിടെ അദ്ദേഹം കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ഐഡിയോളജിയാണ് കൊടുക്കുന്നത്. അദ്ദേഹം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ട്രക്ചർ എന്താണെന്ന്, റാറ്റ്ക്ലിഫ് ബ്രൗണിന്റെ സ്ട്രക്ചർ ഫംഗ്ഷൻ ആ ഒരു അപ്രോച്ച് പോലെ സ്ട്രക്ചർ എന്താണ് എന്നാണ് പാർസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് എനി സെറ്റ് ഓഫ് റിലേഷൻസ് എമംഗ് പാർട്സ് ഓഫ് ലിവിങ് സിസ്റ്റം, ഒരു ലിവിങ് സിസ്റ്റത്തിനകത്തുള്ള എല്ലാ പാർട്സും തമ്മിലുള്ള ഏതെങ്കിലുമൊക്കെ റിലേഷൻ ആയിക്കോട്ടെ, ആ റിലേഷനെ എല്ലാം നമുക്ക് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണ് എന്ന് പറയാം. നമ്മൾ എംപെരിക്കലി നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാം.